ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ജീവിത വിജയം എന്ന് പറയുന്നത് പരീക്ഷാ വിജയമല്ല. പരീക്ഷയിൽ നമ്മൾ എത്ര മാർക്ക് വാങ്ങി വിജയിച്ചെന്ന് പറഞ്ഞാലും, ബിസിനസ്സിൽ നമ്മൾ എത്ര പണമുണ്ടാക്കി വിജയിച്ചെന്ന് പറഞ്ഞാലും, മറ്റേതെങ്കിലുമൊക്കെ മേഖലയിൽ വിജയം വരിച്ചെന്ന് പറഞ്ഞാലും അത് ജീവിത വിജയം ആകണമെന്നില്ല. ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ കാര്യം അവൻ്റെ അമ്മ വേദനയോടെ പറഞ്ഞത്. നല്ല ബുദ്ധി, സാമർഥ്യമുള്ള, അതൊക്കെ വെച്ച് പഠിക്കാനും സാധിച്ച ഒരു ചെറുപ്പക്കാരൻ. പിയർ പ്രഷറിൽ പെട്ടതാണോ എന്നറിയില്ല, അവൻ ഇന്ന് എത്തയിസ്റ്റാണ്, നിരീശ്വരവാദി. ഇനി അവന് ഒരു നല്ല ജോലിയോ നല്ല ഭാവിക്കുള്ള ഒരു കാര്യവും അവൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അമ്മ പറഞ്ഞത്, എൻ്റെ ഭർത്താവ് പാരാലിസിസ് വന്ന് വീൽ ചെയറിൽ ഇരിക്കുന്നയാളാണ്. ഞാൻ എൻ്റെ ഭർത്താവിനെ ടേക്ക് കെയർ ചെയ്യണം, ഞാൻ ജോലിക്ക് പോകണം, എന്നാലേ ഇൻഷുറൻസും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു കിട്ടത്തുള്ളൂ. ഇതെല്ലാം ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതൊന്നും അല്ല എനിക്ക് ഭാരം. ഞാൻ എൻ്റെ മകനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ശരിക്കും എൻ്റെ മനസ്സ് ഭാരപ്പെടുന്നത്. മറ്റൊരു യുവാവിൻ്റെ കാര്യം പറഞ്ഞതും, അവന് അസാധാരണ ഐക്യമാണ്. ഇൻ്റർനാഷണൽ ലെവലിലുള്ള ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാൻ ചാൻസ് കിട്ടിയവനാണ്. ഇനി ആ രീതിയിലൊക്കെ നല്ല ഐക്യവും നല്ല കഴിവുകൾ ഉള്ള ചെറുപ്പക്കാരനാണെങ്കിലും അവന് ജീവിതത്തിൽ എങ്ങും എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരീക്ഷാ വിജയം ജീവിത വിജയമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. വേറെ ചിലരുടെ കാര്യം, ഒരു വിദേശ രാജ്യത്താണ് ഒരുവൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞത് ഇയാളാണ്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ പണമുണ്ടാക്കുന്നതും സന്തോഷവാനായിട്ട് ജീവിക്കുന്നതും അവനാണ്. നോക്കി, വിദ്യാഭ്യാസം കൊണ്ടല്ല ജീവിത വിജയം വരിച്ചത്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ വളരെ അടുത്ത് അറിഞ്ഞ ഒരു കുടുംബമാണ്. പറയുണ്ട്, നമ്മുടെയൊക്കെ ലക്ഷ്യം പരീക്ഷാ വിജയമാകരുത്. മാതാപിതാക്കളെ, മക്കളെ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവരെ പരീക്ഷയിൽ ജയിക്കാനുള്ള ട്രെയിനിങ് അല്ല കൊടുക്കേണ്ടത്, ജീവിത വിജയം അതായിരിക്കണം പഠിക്കുന്നവരുടെ ലക്ഷ്യം. മാതാപിതാക്കളുടെ ആണേലും മക്കളുടെ ആണേലും ലക്ഷ്യം ജീവിത വിജയമായിരിക്കണം, പരീക്ഷാ വിജയം അല്ല. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു കാര്യം ചിന്തിക്കാം. 3 തരം അറിവിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തേതാണ് പൈശാചികമായ അറിവ്. യാക്കോസ്ലീഹ 3-ാം അധ്യായം 15 മുതൽ വായിക്കുമ്പോൾ ഇക്കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ അറിവ് ഉന്നതത്തിൽ നിന്നുള്ളതല്ല, പൈശാചികമാണ്. ഇനി അതിൻ്റെ ചില സൂചനകൾ അവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. കടുത്ത അസൂയ, ഹൃദയത്തിൽ സ്വാർത്ഥമോഹം, ആത്മപ്രശംസ, അതുപോലെ തന്നെ സത്യവിരുദ്ധ സംസാരം. ഇതിനെല്ലാം വലിയ അറിവുള്ള വ്യക്തികളുണ്ട്. അവരുടെ അറിവ് വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നവർ, ഈ അറിവ് ഉന്നതത്തിൽ നിന്നുള്ളതല്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, അപ്പസ്തോല പ്രവർത്തനം 16 മുതൽ വായിക്കുമ്പോൾ അസാധാരണമായ സിദ്ധി പോലും നമുക്കുണ്ടാകാം പിശാചിലൂടെ, നെഗറ്റീവ് സ്പിരിറ്റിലൂടെ. അവിടെ ഒരു സാധു പെൺകുട്ടി അശുദ്ധാത്മാവ് ബാധിച്ചു കഴിഞ്ഞപ്പോൾ പ്രവചനം തുടങ്ങി. മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ, ഭാവി, ഭൂതം, വർത്തമാനമൊക്കെ അവർക്ക് പറയാൻ പറ്റി. ഇനി അത് അശുദ്ധാത്മാവിലൂടെയാണെന്ന് പൗലോസിന് മനസ്സിലായപ്പോൾ അവളെ അതിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു രംഗം അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 16 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ ഒരു അറിവെന്ന് പറഞ്ഞാൽ ബൗദ്ധികമായിട്ടുള്ള അറിവ്. ചിലർക്ക് ബൗദ്ധികമായിട്ടുള്ള അറിവ് ഒരുപാടുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ചും വേണമെങ്കിൽ അവർ പല ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളവരായിരിക്കാം. പക്ഷെ അത് ബൗദ്ധിക തലത്തിൽ ഒതുങ്ങി നിൽക്കുന്നത്. പ്രഭാഷകൻ 34, 9, 10 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അനുഭവജ്ഞാനമാണ് ബൗദ്ധിക തലത്തിലുള്ള അറിവിനേക്കാൾ നമുക്ക് വേണ്ടത്. അനുഭവജ്ഞാനമില്ലെങ്കിൽ അറിവ് കുറയും. 1 കൊരിന്തോസ് 1-ാം അധ്യായം 26, 27 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ബുദ്ധിമാന്മാരായി അധികം പേരില്ല. കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് ബൗദ്ധിക അറിവ് കണ്ടുകൊണ്ടല്ല. ഇനി നിസ്സാരരായ വ്യക്തികളെ ഞാൻ തിരഞ്ഞെടുത്തു, അവരെ അഭിഷേകം ചെയ്തു. കാരണം നിങ്ങൾ വൻകാര്യങ്ങൾ ചെയ്യുമ്പോൾ, ബുദ്ധിശാലികളെ പോലും നിങ്ങളെ അതിശയിപ്പിക്കുമ്പോൾ, ലജ്ജിപ്പിക്കുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കരുത്. അതിനുവേണ്ടിയാണ് നിങ്ങളുടെ ബൗദ്ധിക തലത്തിൽ അറിവ് സമ്പാദിച്ചതിൻ്റെ പേരിൽ അഹങ്കരിക്കാതിരിക്കേണ്ടതിനാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. പറയുകൊണ്ട് നമ്മുടെ ബുദ്ധിയല്ല പ്രധാനപ്പെട്ടത്, ദൈവം നൽകുന്ന അഭിഷേകം, അനുഗ്രഹം, അതാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. ദൈവം നമ്മളിലൂടെ പ്രവർത്തിച്ച് നമുക്ക് ജീവിത വിജയം നൽകുന്നെങ്കിൽ അതിൽ അഹങ്കരിക്കാൻ നമുക്ക് വകയില്ല. 3-ാമത്തെ കാര്യമാണ് അനുഭവജ്ഞാനം. ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, അനുഭവജ്ഞാനമില്ലാത്തവർക്ക് അറിവ് കുറയും. പറയുകൊണ്ട് പൈശാചികമായ അറിവ് നമുക്കുണ്ടാകാം, ബൗദ്ധികമായ അറിവ് നമുക്കുണ്ടാകാം, അനുഭവജ്ഞാനം, ആത്മീയ അറിവ് അത് നമുക്കുണ്ടാകാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, പരീക്ഷാ വിജയം നമുക്ക് ജോലി തന്നേക്കാം, നല്ല ശമ്പളവും നമുക്ക് സമ്പാദിക്കാൻ പറ്റിയേക്കാം. പക്ഷേ ജീവിത വിജയം നൽകണമെന്നില്ല. ജീവിത വിജയം നമ്മൾ വരിക്കുന്നത് ദൈവത്തോട് ചേർന്ന് ദൈവാനുഗ്രഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ്. ആ ഒരു ബോധ്യത്തോടു കൂടി അപ്രകാരം ഇനിയെങ്കിലും മുമ്പോട്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അഭിഷേകത്തിനുമായിട്ട് നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്നൊരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത്, പരാജയം മൂലം നിരാശയിൽ ജീവിക്കുന്ന വ്യക്തികളുണ്ട്, ജീവിതം മടുത്ത് ജീവിക്കുന്ന വ്യക്തികളുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് ഒരു പ്രത്യാശ കടന്നു വരുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മനുഷ്യൻ്റെ വിജയം
ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് അരുൾ ചെയ്ത ദൈവമേ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അധ്വാനം ഫലമണിയേണ്ടതിന് അവിടുത്തെ ആശീർവാദം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കാനും ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളും വിജയം കാണാനും അങ്ങയുടെ സഹായവും സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ. പരാജയത്തിന് വഴി തുറക്കുന്ന അഹങ്കാരവും മറ്റു പാപപ്രവൃത്തികളും വെടിഞ്ഞ് ദൈവാശ്രയത്വത്തിലും പരസ്നേഹ പ്രവൃത്തികളിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റെന്തിനേക്കാൾ ഉപരിയായി ജീവിത വിജയം ലക്ഷ്യമാക്കാനും അങ്ങയുടെ സഹായത്താൽ അത് കൈവരിക്കാനും ഞങ്ങൾക്ക് കഴിയട്ടെ. ആമേൻ. ഇതിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനും നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്നേ ദിനം അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും അവിടുന്ന് കൈക്കൊള്ളണമേ. ഈശോയെ, അവിടുത്തെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ ജീവിതം വിജയം കാണുവാൻ അങ്ങ് ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.